ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ വലിയ പ്രവാചകനും ഉസിയ രാജാവിന്റെ കൊട്ടാര കവിയുമായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ടിടയായത്. പ്രിയരെ, ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസമായ ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടായി ചോദിക്കുകയാണ്: ആരെയാണ് ഞാൻ അയക്കേണ്ടത്? എന്റെ വചനവുമായി മറ്റുള്ളവരിലെ അടുത്തേക്ക് കടന്നു പോകുവാൻ, എന്റെ സന്ദേശം, ഞാൻ നൽകുന്ന സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ, എന്നോടൊന്ന് സംസാരിക്കുവാൻ ആരാണ് എന്ന ഒരു ചോദ്യചിഹ്നം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉന്നയിക്കുകയാണ്. പ്രിയരെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരോട് ദൈവത്തിന്റെ ആത്മാവിനെ പോലെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നു: കർത്താവിന്റെ നാമത്തിന് വേണ്ടി പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ഉയർച്ച താഴ്ചകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരും. എങ്കിലും ഭാരപ്പെടാതെ, നമ്മുടെ മറ്റ് ജോലി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നല്ല, അതൊന്നും വേണ്ട എന്നല്ല, എങ്കിലും നാം കർത്താവിന്റെ നാമത്തിനു വേണ്ടി സമയം ചിലവഴിക്കുവാൻ തയ്യാറാകണം. ദൈവം ചോദിച്ചതുപോലെ ആർ നമുക്ക് വേണ്ടി പോകും, ആർ കർത്താവിന് വേണ്ടി പോകും? 1-ാം സ്ഥാനം, ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് നാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുദിനം സന്തോഷകരമായ രീതിയിൽ തന്നെ നടക്കുവാനായിട്ടിടയായിത്തീരും. ഈ വചനങ്ങളാൽ സർവശക്തനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.